ചാനൽ ചർച്ചയ്ക്കിടെ നടത്തിയ മതവിദ്വേഷ പരാമർശത്തിൽ ബി.ജെ.പി. നേതാവും പൂഞ്ഞാർ മുൻ എം.എൽ.എയുമായ പി.സി. ജോർജ് കോടതിയിൽ കീഴടങ്ങി. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെ ഒളിവിൽ പോയ പി.സി. ജോർജ് ഇന്ന് കോടതിയിൽ നാടകീയമായി കീഴടങ്ങുകയായിരുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യാനായി രാവിലെ പോലീസ് ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിരുന്നു. ഈ സമയം പി.സി. ജോർജ് വീട്ടിൽ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസവും പോലീസ് അറസ്റ്റ് ചെയ്യാൻ നീക്കം തുടങ്ങിയതിനു പിന്നാലെ ഹാജരാകാൻ 2 ദിവസത്തെ സാവകാശം ജോർജ് തേടിയതിനു ശേഷം പിന്നാലെ ഒളിവിൽ പോവുകയായിരുന്നു. ഇന്ന് അതിനാടകീയമായിട്ടാണ് പി.സി. ജോർജ് കോടതിയിൽ കീഴടങ്ങിയത്. അഭിഭാഷകൻ സിറിലും മരുമകൾ പാർവതിയും എത്തിയതിന് പിന്നാലെ ജോർജ് കോടതിയിൽ എത്തുകയായിരുന്നു. താൻ കീഴടങ്ങാനാണ് വന്നത് എന്ന് ജോർജ് പറഞ്ഞു. പി.സി. ജോർജിനൊപ്പം ബി.ജെ.പി. പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു. ചാനൽ ചർച്ചയിൽ മതവിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ച് ഈരാറ്റുപേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി തള്ളിയത്. 30 വർഷത്തോളം എം.എൽ.എ. ആയിരുന്നിട്ടും എളുപ്പം പ്രകോപനത്തിന് വശംവദനാകുന്ന പി.സി. ജോർജിന് രാഷ്ട്രീയക്കാരനായി തുടരാൻ അർഹതയില്ലെന്ന് ഹൈക്കോടതി ജാമ്യം തള്ളിക്കൊണ്ട് നിരീക്ഷിച്ചിരുന്നു. മതവിദ്വേഷ പരാമർശം ആവർത്തിക്കരുത് എന്ന കർശന ഉപാധിയോടെയാണ് സമാന സ്വഭാവമുള്ള മുൻ കേസുകളിൽ ജാമ്യം അനുവദിച്ചത് എന്നും അത് ലംഘിച്ചതടക്കം കണക്കിലെടുത്താണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചത് എന്നും കോടതി വ്യക്തമാക്കി. പി.സി. ജോർജ് മുൻപ് നടത്തിയ പ്രകോപനപരമായ പരാമർശങ്ങളും ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടും ഹർജിക്കാരന് മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശമാകുമെന്നും കോടതി പറഞ്ഞിരുന്നു. സമുദായ സ്പർദ്ധയും വിദ്വേഷവും പടർത്തുന്ന പ്രസംഗം നടത്തിയെന്ന പേരിൽ പി.സി. ജോർജിനെ മുൻപും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ വിദ്വേഷ പ്രസംഗത്തിന് 1ാം സ്ഥാനം കിട്ടുന്നതിന് വേണ്ടി പലരും മത്സരിക്കുന്നു. അതിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഏറ്റവും വിവാദമായിരിക്കുന്നത് പി.സി. ജോർജാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവനയെക്കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല. കാരണം അത് പറഞ്ഞാൽ അത് വീണ്ടും വേറെ തരത്തിലുള്ള ഇതാവും. വംശീയവും വർഗീയവുമായ ജനങ്ങളിൽ വലിയ തോതിൽ വേർതിരിവുണ്ടാക്കുന്ന ഒരു വിഭാഗം ജനങ്ങളെ ഒറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ 2 വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാക്കുന്ന ഏത് സ്റ്റേറ്റ്മെന്റും പൊതുമാധ്യമങ്ങളിൽ വരുന്നത് അത് കുറ്റകരമാണ് എന്ന് ഇന്ത്യയുടെ ശിക്ഷാ നിയമവും പറയുന്നു. കാരണം അത് ശരിയാണ്. ബഹുമത, ബഹുവിശ്വാസ, ബഹുസംസ്കാര, ബഹുഭാഷ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അത് അങ്ങനെ ഭരണഘടന അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള വംശീയ പ്രസ്താവനകൾ നടത്തുന്നത് കുറ്റകരമാണ്. ഇത് ഇന്നലെ ഹൈക്കോടതിയിൽ ഇദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് പി.സി. ജോർജ് ചെന്നപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ വളരെ രസമാണ്. എത്ര കൊല്ലം എം.എൽ.എ. ആയിരുന്നൊരു മനുഷ്യനാണ് താങ്കൾ, എത്ര കൊല്ലം പൊതുപ്രവർത്തകനായിരുന്നിട്ടുള്ള ഒരാളാണ്. എന്നിട്ടും ഇത്തരം വിദ്വേഷ പ്രസ്താവനകൾ നടത്താൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ഇങ്ങനെയുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടാതെ പോയിക്കൂടാ എന്ന് ഹൈക്കോടതി പറയുക തന്നെയാണ്. പറയാതെ പറയുകയല്ല, നേരിട്ട് പറയുകയാണ്. കാരണം ഇത്തരം ആളുകൾക്ക് ജാമ്യം കൊടുക്കുന്നത് വഴി ഒരു തെറ്റായ സന്ദേശമാണ് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്നത്. വിദ്വേഷ പ്രചരണം നടത്തുന്ന ഒരു വിഭാഗത്തിനെതിരെ കലാപം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്ന ഒരാൾക്ക് ജാമ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അദ്ദേഹത്തിന്റെ ഇതിനെ നമ്മൾ പരോക്ഷമായി അംഗീകരിക്കുക എന്നുള്ളതാണ്. ഹൈക്കോടതി പറയുന്നത് ഒരു കാരണവശാലും പി.സി. ജോർജിന്റെ പോലെയുള്ള ഒരു നേതാവ്, അദ്ദേഹം പൊതുപ്രവർത്തകനാണ്, എത്ര കൊല്ലമായി നിൽക്കുന്നു, ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. കുറച്ചു കാലം മുമ്പ് ഇദ്ദേഹത്തെ പറ്റിയുള്ള ഒരു പരാതി, ഇദ്ദേഹം SDPI പോലെയുള്ള സംഘടനകളുടെ വക്താവായി രംഗത്ത് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു കാലത്ത് SDPIയുടെ ഏറ്റവും പ്രധാന പ്രാസംഗികനായിരുന്നു പി.സി. ജോർജ്. പെട്ടെന്ന് അദ്ദേഹത്തിന് മാറി വരികയും അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി മാറുകയും അദ്ദേഹം നേരെ റിവേഴ്സ് ആവുകയും ഇപ്പോൾ വലിയ തോതിൽ ഒരു മതവിരുദ്ധ പ്രചാരകനായി വരികയാണ്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുക്കണ്ട എന്ന് തന്നെയാണ് ഹൈക്കോടതി തീരുമാനിച്ചത്. വളരെ ശരിയായ ഹൈക്കോടതിയുടെ ഒരു തീരുമാനമാണ്. ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ചും നാക്കിന് എല്ലില്ല എന്നതുകൊണ്ട് എന്തും പറയുന്ന സ്വഭാവക്കാരനായ പി.സി. ജോർജിനെ പോലെയുള്ള ആളുകൾക്ക് മാതൃകാപരമായി ശിക്ഷ കിട്ടിയേ പറ്റും. എപ്പോഴെങ്കിലും ഒരിക്കലും ഒരു നാക്കുപിഴ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഒരാളല്ല. നാക്ക് എപ്പോഴും പിഴച്ചതായ ഒരാളാണ് പി.സി. ജോർജ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു കാരണവശാലും ഒരിളവും നമ്മുടെ നിയമവ്യവസ്ഥ കൊടുക്കാൻ പാടില്ല. അദ്ദേഹത്തിനോട് കോടതിയിൽ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യമില്ല, ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സുപ്രീം കോടതി പോകുമെന്ന് നമുക്കറിയില്ല. പക്ഷേ കേരള ഹൈക്കോടതിയുടെ ഈ ജാമ്യം തള്ളിക്കൊണ്ടുള്ള വിധി തന്നെയാണ് ഇന്ത്യയുടെ ശിക്ഷാ നിയമത്തിന്റെയും ഇന്ത്യൻ ഭരണഘടനയുടെയും കാതൽ എന്ന് ഞാൻ കരുതുന്നു. ആ കാതൽ സംരക്ഷിക്കാൻ ഇപ്പോഴും കോടതികൾ തയ്യാറാണ്. കോടതികളാണ് നമുക്കുള്ള അവസാനത്തെ ആശ്രയം.
ആ അർത്ഥത്തിൽ രാഷ്ട്രീയ നേതാക്കൾ പലപ്പോഴും ഇപ്പൊ പി സി ജോർജിനെ പോലെ ഒരാളെ ശിക്ഷിക്കാൻ ഇത്രയൊന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. എന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒറ്റ പ്രസ്താവന വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടുമെന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം പിന്നെയും പുറത്തു കിടന്നിട്ട് പിന്നെയും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടത് സ്റ്റേറ്റിന്റെ ജോലിയാണ്.